ഹായ് ദേർ വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കുന്ന കാര്യം ജാവാസ്ക്രിപ്റ്റിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ മുന്നിൽ പഠിക്കുന്ന കാര്യമാണ് ജാവാസ്ക്രിപ്റ്റിലുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇത് വേരിയബിൾസ് 3 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മൾ CSS കോഡ് എഴുതുന്ന പോലെ തന്നെ CSS സ്റ്റൈൽസ് എഴുതത്തില്ലേ, സ്റ്റൈൽസ് എഴുതുന്ന പോലെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ VAR ഏജ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ലെറ്റ് നെയിം എന്ന് പറഞ്ഞ വേരിയബിൾസ് നമുക്ക് ഇങ്ങനെ വാല്യൂസ് അസൈൻ ചെയ്യാതെയും കൊടുക്കാൻ പറ്റും. VAR ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വാല്യൂ ഈക്വൽ ടു സൈൻ, അതായത് ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അതായത് വാല്യൂസ് അസൈൻ ചെയ്യാനായിട്ടാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും ജസ്റ്റ് ഒരു സിംഗിൾ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. വാല്യൂസ് അസൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈക്വൽ ടു സൈൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ വേരിയബിൾസിന് നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ടാണ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഇതുപോലത്തെ കുറെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൂടി ചേർന്നിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ കാര്യം തന്നെയാണ് VAR കീബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ എളുപ്പമാണ്. ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് മാത്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, HTML CSSലൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റൈൽസ് പഠിച്ചെങ്കിൽ മാത്രമേ CSS നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എൻറ്റയർ സ്റ്റൈൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം, അല്ലാതെ നമുക്ക് CSS പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് അങ്ങനെയല്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങളുള്ളൂ. CSSലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത്രയും കാര്യങ്ങൾ, അത്രയും കീബോർഡ്സ് പോലും ഇല്ല ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് ശരിക്കും. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലോജിക്കൽ സൈഡാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരും എന്നുള്ളത്. ഓക്കെ, അത് ഓരോരുത്തരെയും ഡെവലപ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ ഇമ്പോസ് ചെയ്യാൻ പറ്റും ജാവാസ്ക്രിപ്റ്റിന്റെ അതൊക്കെ. പക്ഷേ CSSൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഈ പാഡിങ് കൊടുക്കണമെങ്കിൽ പാഡിങ് എന്ന് പറഞ്ഞ തന്നെ പ്രോപ്പർട്ടി ഉപയോഗിക്കണം. പക്ഷെ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും, പല കാര്യങ്ങളും ഒരുമിച്ച് എഴുതാനും സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ 3 കീവേഡ് ഒരുമിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് 3 വേരിയബിൾ ഒരുമിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ VAR കീവേഡ് നമ്മൾ ഒറ്റ കീവേഡ് മാത്രം ഡിക്ലെയർ ചെയ്യുന്ന പോലെ VAR ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾസിനും ലെറ്റിനും കോൺസ്റ്റന്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. വേരിയബിൾസിനും ലെറ്റിനും നമുക്ക് ഉപയോഗിക്കാം. കോൺസ്റ്റന്റ് വൺസ് ഡിക്ലെയർ ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ലെറ്റിന്റെ സ്ഥാനത്ത് ഞാൻ കോൺസ്റ്റന്റ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ കുറെ എണ്ണം എഴുതിയിട്ടും പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല, കാരണം ഇനീഷ്യൽ വാല്യൂ ആണ്, പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ വേരിയബിൾസിനും ലെറ്റിനും അത് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ലെറ്റ് ABC എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്തിട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഇതിന് ഇതുപോലെ വാല്യൂസ് കൊടുത്തത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരുവാണ്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെന്റും, അതായത് ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് ഓരോ ലൈനിൽ എഴുതണം എന്ന് പറഞ്ഞ ഒരു റൂള് ജാവാസ്ക്രിപ്റ്റിന്റെ അകത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ ലൈനിൽ തന്നെ എഴുതാം. ഇപ്പം A = 10 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, B = 5 എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. C = A+B എന്ന് പറഞ്ഞത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, C = 10+5 എന്ന് പറഞ്ഞാൽ 15 എന്ന് പറഞ്ഞാൽ ഇവിടെ റിസൾട്ട് വരുന്നത് നമുക്ക് C യുടെ വാല്യൂ എന്തായിരിക്കും? 15 ആയിരിക്കും. ഓക്കെ, A യുടെ വാല്യൂ 10ഉം B യുടെ വാല്യൂ 5ഉം. ഓക്കെ, സോ നമുക്ക് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ഒറ്റ ലൈനിൽ തന്നെ എഴുതി പോകാൻ പറ്റും. പക്ഷെ ഇങ്ങനെ 3 ആയിട്ട് എഴുതുവാണെങ്കിൽ പെട്ടെന്ന് പിന്നീട് നമ്മൾ കോഡുകളൊക്കെ നോക്കുമ്പോൾ നോക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൈനിൽ എഴുതിയാലും ഇതുപോലെ തന്നെ ഒരേ ലൈനിൽ തന്നെ എഴുതിയാലും മൾട്ടിപ്പിൾ ലൈനിൽ എഴുതി കഴിഞ്ഞാലും സ്റ്റേറ്റ്മെന്റ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് സെമിക്കോളൻ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇവിടെ സെമിക്കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതല്ല നിങ്ങൾ സെമിക്കോളൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൽ കമന്റ്സ് ആണ്. CSSലും HTMLലും നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് എഴുതുവാണെങ്കിലും മൾട്ടി ലൈൻ കമന്റ് എഴുതുവാണെങ്കിലും ഒരേ സിന്റക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ CSSന്റെ അതേ സിന്റക്സ് തന്നെയാണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിലെ സിംഗിൾ ലൈൻ കമന്റ് ആണ് എഴുതണമെങ്കിൽ 2 സ്ലാഷ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ സിംഗിൾ ലൈൻ കമന്റ് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റ് എഴുതണമെങ്കിൽ സ്ലാഷ് ഇടുക, സ്റ്റാർ ഇടുക, അതുപോലെ സ്റ്റാർ ഇടുക, സ്ലാഷ് ഇടുക, എൻഡ് ചെയ്യുക. ഓക്കെ, സോ കമന്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അപ്പ് ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ കുറേ കൂടെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുകയായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ കമ്മിങ് ലെക്ചേഴ്സ്.